നമുക്ക് ബാലന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് എല്ലാരും ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുവാണ്. ധർമ്മം പോകുക എന്നും പറഞ്ഞിട്ട് ഭാഗം എടുത്തോണ്ട് വന്നു. അപ്പോഴേക്ക് സുകന്യയും കൂടെ ബാക്കി എടുത്തോണ്ട് അവിടേക്ക് വരുവാണ്. ആ സമയത്ത് ബാലൻ പറഞ്ഞു, നീ ഇതെന്താടാ കാണിക്കണേ? നീ ഇത് എങ്ങോട്ടാ ഭാഗം തൂക്കി പോകാൻ തുടങ്ങുന്നേ? അതെ, ഞാൻ ഇവിടെ നിന്നാ ശരിയാത്തില്ല. ഞാനൊരു കള്ളനല്ലേ. കള്ളൻ താമസിക്കേണ്ട വീടല്ല ഈ ദേവമംഗലം എന്ന് പറഞ്ഞു. എടാ, നീ എന്തൊക്കെയാ പറയണേന്ന് ഗോമതി ചോദിച്ചു. വേണ്ട ചേച്ചി, ഇനി കൂടുതലൊന്നും പറയണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, മാമൻ പോവരുത്. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, ദേ ഇവൾ എന്തേലും പൊട്ടത്തരം പറഞ്ഞു നോർത്തോണ്ട് കണക്കിൽ ഏതാണ്ട് വലിയതുണ്ടെന്നും പറഞ്ഞോണ്ട്, എടി നിനക്കിത് എന്തിന്റെ കേടായിരുന്നു, ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ദേവിയെ കുറ്റപ്പെടുത്തുവാണ് ആനന്ദ്. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, എടാ നീ എന്തിനാടാ ആനന്ദേ ദേവീനെ കുറ്റപ്പെടുത്തുന്നേ? ദേവിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ദേവിയുടെ ജോലിയെ ചെയ്തേ, അതിനകത്ത് കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എപ്പോഴാണെങ്കിലും ഇവിടുന്ന് ഇറങ്ങേണ്ടവനാ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞു. പിന്നീട് സുകന്യയോട് പറഞ്ഞു, സുകന്യെ ആ വാച്ച് ഇങ്ങോട്ട് താട്ട്. വാച്ചോ? അത് ധർമ്മേണ്ണ എനിക്ക് ഗിഫ്റ്റ് തന്നല്ലേ, ഇങ്ങോട്ട് തരാനടി നിന്നോട് പറഞ്ഞത്. പെട്ടെന്ന് സുകന്യ വാച്ച് എടുത്ത് കൊടുത്തു. ധർമ്മൻ അത് ആ ടേബിളിലേക്ക് വെച്ചു. അടിയാ, പ്രൈസ് ടാഗും കാര്യങ്ങളും എല്ലാം എത്താലുണ്ട്. ഇതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഞാൻ മുറിയിൽ വെച്ചിട്ടുണ്ട്. ഇത് കൊണ്ടാ കൊടുത്താൽ മതി. 25,000 രൂപ, 1 രൂപ പോലും കുറയാതെ അളിയന് കിട്ടും. അത് ആ പൈസ അളിയനെടുത്തു. ഞാൻ മോഷ്ടിച്ചെന്ന് പറയുന്ന പൈസ അത് അളിയനെടുത്തോളാൻ പറഞ്ഞു. വാ നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ വന്നിട്ട് പറഞ്ഞു, എടാ എന്താടാ നീ ഇതെന്തായി പറഞ്ഞിട്ട് പോന്നേ? നിന്നെ ഇങ്ങനെയാണോ ഞാൻ കണ്ടിരിക്കുന്നേ? എടാ ധർമ്മ, നീ പോവരുതെന്ന് പറഞ്ഞു. അളിയാ, ഞാൻ വിശ്വസിച്ചോണ്ടിരുന്ന എന്താണെന്നറിയോ? ഞാൻ ഇവിടുത്തെ മൂത്ത മോനാണ്. അളിയനും ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു അങ്ങനെ ഞാനാണ് ഇവിടുത്തെ മൂത്ത മോനെന്ന്. പക്ഷെ ആ സമയത്തും എന്റെ ചേട്ടന്മാര് പറയായിരുന്നു, അതൊക്കെ വെറുതെ പറയുന്നാടാ. ഗോമതി സ്റ്റോഴ്സ് ബാലിന് കടയിൽ ജോലി ചെയ്യാനായിട്ട് ശമ്പളം ഇല്ലാത്തൊരാളെ വേണം നിർത്താനായിട്ട്. അപ്പൊ അതിന് വേണ്ടിട്ടാന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അത് ശരിയാന്ന്. എന്റെ ചേട്ടന്മാര് പറയുന്ന ശരിയെന്ന്. അളിയന് വേണ്ടത് ഗോമതി സ്റ്റോഴ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ശമ്പളം ഇല്ലാത്ത ഒരാളെ വേണം. അതല്ലേ വേണ്ടത്. ഞാൻ പോയാലും അളിയും വിഷമിക്കൊന്നും വേണ്ട, ഏതെങ്കിലും ബംഗാളിയെ കിട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലന് ധർമ്മന്റെ തോളലേക്ക് ശക്തമായിട്ട് പിടിച്ച് ഇങ്ങനെ ഒന്ന് കുലുക്കിട്ട് പറഞ്ഞു, നീ എന്താടാ പറയണേ? നീ എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറയടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, ഞാൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യ. പിന്നെ ഒരു കാര്യമുണ്ട്, മുമ്പ് വരെ അളിയൻ എന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം വേണമല്ലോ എടുക്കായിരുന്നു. അളിയൻ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കുമായിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല, എനിക്ക് എന്റേതായ തീരുമാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി ചോദിച്ചു, എടാ നീ ആരോടാ എന്താ പറയണേ? നിനക്ക് വല്ല ബോധമുണ്ടോ? നീ എന്താടാ ബാലേട്ടനോട് പറയണേ? പെട്ടെന്ന് ധർമ്മം ഗോമതിയുടെ അടുത്തേക്ക് വന്നു. അളിയനെ പറഞ്ഞപ്പോ ചേച്ചിക്ക് നൊന്തില്ലേ? സ്വന്തം ഭർത്താവിനെ പറഞ്ഞു കഴിഞ്ഞപ്പോ വേദന വന്നില്ലേ? പക്ഷെ ഈ ഹനിയും വേദനിച്ചു കഴിഞ്ഞപ്പോ ചേച്ചിക്ക് അതൊരു വേദന അല്ലല്ലേ എന്ന് ചോദിച്ചു. അടി കിട്ടിയപോലെയായിപ്പോ ഗോമതിക്ക്. ഗോമതി പെട്ടെന്ന് പറഞ്ഞു, എടാ ധർമ്മ നീയ വേണ്ട ചേച്ചി, ഇനി കൂടുതലൊന്നും പറയണ്ട. വാസുവിനെ നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞു. എല്ലാരും സങ്കടപ്പെട്ട് പോവണ്ടെന്നൊക്കെ പറഞ്ഞ് ധർമ്മനെ തടഞ്ഞെങ്കിലും ധർമ്മ നിന്നില്ല. സുകന്യയും വിളിച്ചുകൊണ്ട് നേരെ കൃഷ്ണമംഗലത്തേക്ക് പോവാണ്. ആ സമയത്ത് ബാലിന്റെയും ഗോമതിയുടെ എല്ലാവരുടെയും മനസ്സിൽ കൂടെ ഓരോരോ ചിന്തകളായിരുന്നു. ഇത്രയും നാളും ധർമ്മൻ ആ കുടുംബത്തിൽ അങ്ങനെയായിരുന്നല്ലോ, അങ്ങനെ ഒരു സ്വന്തം ഒരാളായിരുന്നല്ലോ. അപ്പൊ പെട്ടെന്ന് പോയി കഴിഞ്ഞപ്പോ എല്ലാവരുടെ മനസ്സിലും വല്ലാത്തൊരു സങ്കടമായി പോയി. കുറച്ച് കഴിഞ്ഞപ്പോ കൃഷ്ണമംഗലത്തെ കോളിംഗ് ബെല്ല് മുഴങ്ങി കഴിഞ്ഞപ്പോ രാജശ്രീയാണ് പോയി കഥ തുറക്കുന്നത്. സുകന്യയും ധർമ്മനെയും കണ്ടു കഴിഞ്ഞപ്പോ രാജശ്രീ, ഞാൻ കയറി വരാൻ പറഞ്ഞു. ഇതെന്ത് പറ്റി ഈ സമയത്തെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്യുതനും നന്ദിതയും അനുവൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നു. ആ സമയത്ത് ധർമ്മൻ ഇങ്ങനെ നോക്കി, അതെ ഇതെന്താ, നിനക്കിത് എന്ത് പറ്റിയുടെ ബാക്കിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. നീ ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നാണോ? അവിടെ എന്താ ആരുമില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അതെ ഇന്ന് മാത്രമല്ല ഇനി എന്നും ഞാൻ ഇവിടെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ ആയിരിക്കുന്നോ? നിനക്കിത് എന്ത് പറ്റിയടാന്ന് ചോദിച്ചു അച്യുതന. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, ദേ അച്യുതേട്ടാ, ഞാൻ ഇന്ന് വരെ ആരുടെയെങ്കിലും പൈസ മോഷ്ടിച്ചിട്ടുണ്ടോ? ഇവിടുന്നോ എവിടുന്നോ? കാര്യം പറഞ്ഞാൽ ഞാൻ എന്തേലുമൊക്കെ കുസൃതിയൊക്കെ കാണിച്ചെന്നിരിക്കും. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് വരെ ആരുടെയും പൈസ 1 രൂപ പോലും ഞാൻ മോഷ്ടിച്ചിട്ടില്ല. എടാ, അതിന് നീ പണം മോഷ്ടിച്ചെന്ന് ഞാൻ പറഞ്ഞോ? പറഞ്ഞു. പക്ഷെ അച്യുതേട്ടനല്ല പറഞ്ഞത്, കോമതി സ്റ്റോഴ്സ് ബാലനെ പറഞ്ഞു. ബാലനോ? നീ എന്തൊക്കെയാടാ പറയണേ? അതെ, 25,000 രൂപ ഞാൻ കടയിൽ നിന്ന് മോഷ്ടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ സുകന്യാണ് ബാക്കി പറഞ്ഞത്. അതെ, ധർമ്മേട്ടൻ എനിക്കൊരു വാച്ച് വാങ്ങിച്ചോണ്ട് തന്നു 25,000 രൂപയുടെ. ആ വാച്ച് ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് പണം മോഷ്ടിച്ച് വാങ്ങിയതാന്ന് ബാലേട്ടൻ പറഞ്ഞു. അതാ പ്രശ്നം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അനുവിന് സഹിച്ചില്ല. അനു എന്നിട്ട് ധർമ്മനോട് ചോദിച്ചു, സത്യം പറ മാമ, അച്ഛൻ അങ്ങനെ പറഞ്ഞോ പണം മോഷ്ടിച്ചെന്ന്?
മോഷ്ടിച്ചെന്ന് പറഞ്ഞു മോളെ. വിശ്വസിക്കാൻ പോലും പറ്റിയില്ല അനുവിന്. കാരണം അവരാരും ഇങ്ങനെ ഒരു ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ. ഈ സമയത്ത് ബാലനും ആനന്ദും ആര്യനും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, ദേ അച്ഛ, അച്ഛൻ ചെയ്ത് എന്താണ് ശരിയായിട്ടുള്ള കാര്യമല്ല. മാമനോട് അങ്ങനെ ഒരിക്കലും ചോദിക്കാൻ പാടില്ലായിരുന്നു. എടാ ഞാൻ എങ്ങനെ ചോദിച്ചെന്നാ? അല്ല, ആ വാച്ച് മേടിക്കാനുള്ള പൈസ എവിടുന്ന് കിട്ടിയെന്ന്. എടാ അത് ഞാൻ ചോദിച്ചോണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നേ? അച്ഛൻ അത് ചോദിച്ചാ ഇപ്പൊ ഈ പ്രശ്നത്തിലെല്ലാം കാരണം. എടാ അതിന് ഞാൻ ചോദിച്ചു ഇതും തമ്മിൽ എന്താ ബന്ധം ഇരിക്കുന്നേ? ആനന്ദ് പറഞ്ഞു, അച്ഛ, അച്ഛൻ അങ്ങനെ ചോദിച്ചോണ്ട് മാമൻ എന്താ കരുതിയത്? മാമനാ പണം മോഷ്ടിച്ചെന്നല്ലേ? എടാ അതിന് അവനോട് അങ്ങനെ ചിന്തിക്കാൻ ഞാൻ പറഞ്ഞോ? ആകാശ് പറഞ്ഞു, സ്വാഭാവികമായിട്ടും എല്ലാവരും അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. കാരണം പണം മോഷണം പോയി. ആ സമയത്ത് വാച്ച് മേടിച്ചോണ്ട് കൊടുക്കുകയും ചെയ്തു. പോരാത്തന് അച്ഛൻ ചോദ്യം ചെയ്യുകയും ചെയ്തു. അപ്പൊ എല്ലാരും ചിന്തിക്കുന്നത് എന്താ? ഇനിയിപ്പം മാമൻ പണം മോഷ്ടിച്ചെന്നല്ലേ? എടാ ഇനി ഞാൻ അങ്ങനെ പറഞ്ഞില്ലോ. അവനാ പണം എവിടുന്ന് കിട്ടി അതെനിക്ക് അറിയണം. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, അച്ഛൻ എന്താളും ചെയ്ത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, എടാ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവൻ എവിടുന്നാ പൈസ കിട്ടണെന്ന് ഞാൻ അറിയണ്ടേ? അവൻ പൈസ എടുത്തോട്ടെ കടയിന്ന്, എത്ര രൂപ വേണേലും എടുത്തോട്ടെ, പക്ഷെ അതവനും പറയണം. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, വീണ്ടും അച്ഛൻ അത് തന്നെ പറയണേ. അപ്പൊ അച്ഛൻ പറയണേ മാമനെ പൈസ എവിടെ നിന്ന് എടുത്തെന്നാണോ? എടാ എടുത്തെന്ന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അവൻ ഒരിക്കലും മോഷ്ടിക്കില്ല. പക്ഷെ അവൻ ആ വാച്ച് മേടിക്കാനുള്ള പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ അറിയണ്ടേ? ഇത് കേട്ടപ്പോ ആകാശം പറഞ്ഞു, അച്ഛനോട് പറഞ്ഞാൽ ശരിയാകത്തില്ല എന്നും പറഞ്ഞ് ആകാശം അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, അച്ഛൻ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ മാമൻ തെറ്റിദ്ധരിച്ചു. എന്താണെന്നറിയാവോ? മാമൻ ആ പൈസ എടുത്തേന്ന്. അതിപ്പോ എന്റെ കുഴപ്പമല്ലല്ലോ. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ഛൻ അത് മാമനെ പറഞ്ഞു മനസ്സിലാക്കണമായിരുന്നു. എടാ അതിന് അവൻ നിന്ന് തന്നോ? അവൻ അപ്പൊ തന്നെ പെട്ടിയും പ്രമാണം എടുത്തോണ്ട് പോകുമല്ലേ ചെയ്തേ. ഈ സമയത്ത് ആര്യം പറഞ്ഞു, അച്ഛൻ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെ മാറ്റി നിർത്തി ചോദിക്കണമായിരുന്നു മാമനോട്. ഇതിപ്പോ എല്ലാവരുടെ മുന്നിൽ വെച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ മാമനത് വല്ലാത്ത ഇൻസൾട്ടിങ് ആയിപ്പോയി. അതെന്താ അച്ഛൻ മനസ്സിലാക്കാത്തെ? പക്ഷെ എന്നാലും ബാലൻ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ എടുക്കൊണ്ടായിരുന്നില്ല. ബാലൻ വീണ്ടും താൻ പറയുന്നത് തന്നെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന മട്ടിലാണ് അവരോട് വാദിച്ചുകൊണ്ടിരുന്നത്. ഇതേ സമയത്ത് അച്ഛൻ ധർമ്മനോട് പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ ആ ബാലനോട് ചെന്ന് ചോദിച്ചിട്ടുള്ളൂ. അയാളെ വിളിച്ചിറക്കി ചോദിച്ചിട്ട് അതിനെ കാര്യം. എടാ ഉറപ്പാണല്ലോ അല്ലേ? ഇവിടെ നീ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിട്ടുള്ളതാണല്ലോ അല്ലേ? ഞാൻ എന്തിനാ അച്യുതേട്ട കള്ളത്തരം പറയണേ? അതും ഈ സമയത്ത് കള്ളത്തരം പറയേണ്ട കാര്യം എനിക്കുണ്ടോ? സത്യമായിട്ടുള്ള കാര്യമാ. എങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ പോയി ചോദിക്കൂന്ന് പറഞ്ഞു. എന്റെ അനുജനെ മോഷ്ടാവാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടത്തില്ല. ധർമ്മം പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല. ചോദിക്കാനും പറയാനൊന്നും പോകേണ്ട കാര്യമില്ല. ഇനി ആ കുടുംബമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അവിടെ ഉള്ളവരൊന്നും എന്റെ ആരുമല്ല എന്ന് പറഞ്ഞു. അച്യുതൻ പറഞ്ഞു, എടാ മോനെ, അതെ ഞാൻ പറഞ്ഞ സത്യവാ. ഇനി ആ കുടുംബമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല. അപ്പോഴേക്കും അനുസരിച്ച് പറഞ്ഞു, മാമ വേണ്ട മോളെ, എന്റെ ആരും ഇനി അവിടെ ഇല്ല. ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചിരുന്നതൊക്കെ വെറുതെ ആയി പോയെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അച്യുതന് സന്തോഷമായി. അച്യുതൻ രാശ്രീയോട് പറഞ്ഞു, രാശ്രീ നീ ഇവന്റെ മുറി ശരിയാക്കാൻ പറഞ്ഞു. ഇവന്റെ സുകന്യയുടെ കൂടെ മുറി ശരിയാക്കാൻ പറഞ്ഞു. രാജശ്രീ സന്തോഷത്തോടെ അങ്ങോട്ട് കയറിപ്പോയി. ഭയങ്കര സങ്കടമായിപ്പോ അനുസരിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലല്ലോ. ആ സമയത്ത് ഗോമതി ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ ഗോമതിയോട് ശ്രീദേവി പറഞ്ഞു, അമ്മേ ഞാൻ കാരണമല്ലേ പ്രശ്നങ്ങളൊക്കെ. നീ എന്ത് തെറ്റ് ചെയ്തെന്നാ? നീ കണക്ക് നോക്കി, അതിനിപ്പോ എന്താ? മീനാക്ഷി പറഞ്ഞു, ശ്രീദേവി ചേച്ചി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആരിനും ആകാശം കൂടെ അങ്ങോട്ട് വന്നു. അവർ പറഞ്ഞു, നമുക്ക് മാമനെ ഇങ്ങോട്ടേക്ക് തിരികെ വിളിച്ചോണ്ട് വരണം. കോമതി പറഞ്ഞു, അത് ശരിയാ, അവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരണം. ആ സമയത്താണ് ബാലൻ വരുന്നത്. ബാലനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, ബാലേട്ട അവനെ പോയി തിരിച്ചു വിളിക്കണം. ബാലേട്ടൻ വിളിച്ചാൽ അവൻ വരും. ബാലേട്ടൻ പോയി വിളിച്ചോണ്ട് വരണം. അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഞാനെന്തിനാ അവനെ പോയി വിളിച്ചോണ്ട് വരുന്നേ? അഹങ്കാരം കാണിച്ച് അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ. അപ്പൊ പിന്നെ അവനെ ഞാൻ വിളിക്കേണ്ട കാര്യമുണ്ടോ? തന്നെ പോയതല്ലേ, വേണ തന്നെ ഇങ്ങോട്ടേക്ക് വരട്ടെ. ബാലേട്ട വെറുതെ ബാലേട്ടൻ വാശി കാണിക്കരുത്. അവനെ പോയി വിളിച്ചോണ്ട് വരണം. അപ്പോഴേക്കും ആരിനൊക്കെ പറഞ്ഞു, അച്ഛൻ പോയി വിളിച്ചോണ്ട് വരണം. ഞാൻ പോയി വിളിച്ചോണ്ട് വരാനോ? നാണം കെട്ട്, അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. ഞാൻ പോയി വിളിച്ചോണ്ട് വരത്തില്ല എന്നും പറഞ്ഞോണ്ട് ബാലൻ അവിടെ ഇരുന്നു. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, ആകാശ ആര്യ നമുക്ക് പോയി വിളിക്കാം. ആര്യം പറഞ്ഞു, അത് ശരിയാ, വന്നില്ലേ കയ്യെ പിടിച്ച് വലിച്ചാണെങ്കിലും മാമനെ നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, വേണ്ട, ആരും പോവണ്ട. അവനെ വിളിക്കാനായിട്ട് നിങ്ങൾ ആരും ഇവിടുന്ന് പോവണ്ടെന്ന് പറഞ്ഞു. അവനെ വിളിക്കാനായിട്ട് ബാലേട്ടൻ പോയാൽ മതി. ബാലേട്ടൻ വിളിച്ചാൽ അവൻ വരത്തുള്ളൂ. ബാലേട്ടൻ തന്നെ അവനെ പോയി കൂട്ടിക്കൊണ്ട് വരണം. വേറെ ആരും അവനെ വിളിക്കാനായിട്ട് ഇവിടുന്ന് പോകണ്ട. ബാലേട്ടൻ തന്നെ പോയി കൂട്ടിക്കൊണ്ട് വരണമെന്ന് ഗോമതി ഉറച്ച തീരുമാനത്തോടെ പറയണേ. എന്റെ അനുജനല്ലേ അവന്.
അവനെ കൂട്ടാൻ നിങ്ങളാരും പോണ്ട, ബാലേട്ടൻ പോയാൽ മതിയെന്ന്. ബാലൻ ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണ്. ഒരു ഉഗ്രം പണിയാണ് ബാലനും ഗോമതി കൊടുത്തത്. അപ്പൊ അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോണ്ട് നിർത്തുന്നു. നന്ദി.